രാജ്യസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തികച്ചും മാറ്റിമറിക്കുന്ന സംഭവവികാസമായാണ് ആം ആദ്മി പാർട്ടിയിലെ 7 എംപിമാരുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ലയനം വിലയിരുത്തപ്പെടുന്നത്. രാജ്യസഭാ സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടെ ഈ നീക്കം സാധൂകരിക്കപ്പെട്ടതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതോടെ പാർലമെന്റിന്റെ ഉയർന്ന സഭയിൽ ബിജെപിയുടെ ശക്തി ഗണ്യമായി ഉയർന്നതോടൊപ്പം ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പുതിയ അംഗങ്ങളുടെ പട്ടിക പ്രകാരം മുൻപ് 106 അംഗങ്ങളുണ്ടായിരുന്ന ബിജെപിയുടെ സംഖ്യ 113ആയി ഉയർന്നു. അശോക് മിത്തൽ, രാഘവ് ചാധ, സന്ദീപ് പാഠക് എന്നിവരടക്കം 7 എംപിമാരാണ് ബിജെപിയിലേക്ക് ചേർന്നത്. ഈ ചേർച്ചയുടെ ദേശീയ ജനാധിപത്യ സഖ്യമായ എൻഡിഎയുടെ ആകെ അംഗബലം രാജ്യസഭയിൽ 148ആയി ഉയർന്നിരിക്കുകയാണ്. ഇത് കേവലം സംഖ്യാവർധനമല്ല, മറിച്ച് രാജ്യസഭയിലെ നിയമനിർമ്മാണ ശക്തിയിൽ വലിയ മാറ്റം വരുത്തുന്ന നീക്കമാണ്. ഈ വർഷാവസാനം ഒഴിവാകുന്ന 30 സീറ്റുകളിലെ സാധ്യത കൂടി കണക്കിലെടുത്താൽ ബിജെപി 2 ഭൂരിപക്ഷമായ 163 സീറ്റുകൾ തൊടാൻ സാധ്യതയുണ്ടെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അത്തരമൊരു ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതികൾ പോലും എളുപ്പത്തിൽ നടപ്പാക്കാൻ ബിജെപിക്ക് വഴിയൊരുക്കും. മറ്റൊരു വശത്ത് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ച നഷ്ടം അതീവ ഗൗരവമേറിയതാണ്. 7 എംപിമാരെ നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുടെ രാജ്യസഭയിലെ അംഗസംഖ്യ 3ആയി ചുരുങ്ങി. ദേശീയ തലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് ഇത് വലിയ തിരിച്ചടിയായാണ് കാണപ്പെടുന്നത്. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടി ഇതിനകം തന്നെ പല രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ നീക്കം പാർട്ടിയുടെ ഭാവി തന്ത്രങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ലയനത്തെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. എംപിമാരെ അയോഗ്യരാക്കണമെന്ന് രാജ്യസഭാ ചെയർമാനെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു പാർട്ടിയിലെ 3ൽ 2 അംഗങ്ങൾ ഒരുമിച്ച് പിളർന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ലയിച്ചാൽ അത് നിയമപരമായി സാധുവാണ്. അതിനാൽ തന്നെ ആപ് ഉന്നയിച്ച അയോഗ്യതാവാദം നിലനിൽക്കാൻ സാധ്യത കുറവാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രാഷ്ട്രപതിയെ കാണാൻ ശ്രമിച്ചതും ശ്രദ്ധേയമാണ്. ലയനം തടയാൻ ഇടപെടൽ ആവശ്യപ്പെട്ടെങ്കിലും നിയമപരമായ വ്യവസ്ഥകൾ കാരണം അതിന് വലിയ സാധ്യതയുണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയെ സമീപിച്ചാലും 3ൽ 2 അംഗങ്ങളുടെ ലയനം സാധുവാണെന്ന നിലവിലെ നിയമവ്യവസ്ഥയെ മറികടക്കുക എളുപ്പമല്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. പുതുതായി ചേർന്ന എംപിമാരുടെ പാർലമെന്റിലെ പെരുമാറ്റം മാന്യതയുള്ളതാണെന്നും അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് ശക്തി പകരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ സംഭവവികാസം രാജ്യസഭയിലെ പുതിയ സമവാക്യങ്ങളെ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തി ബാലൻസിനെയും ബാധിക്കുന്നതാണ്. ബിജെപി തന്റെ സംഘടനാശക്തിയും രാഷ്ട്രീയ നീക്കങ്ങളും ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ സ്വന്തമാക്കുന്ന തന്ത്രം തുടരുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം ഈ നീക്കം വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവിയെ മുൻനിർത്തിയുള്ള എംപിമാരുടെ തീരുമാനമാണെന്ന വാദവും ബിജെപി ഉന്നയിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തം ശക്തമാകുന്നുവെന്ന സൂചനകൾ ഇതിനകം പുറത്തുവരുന്നുണ്ട്. പാർട്ടിയുടെ സംഘടനാ ഘടനയും നേതൃത്വപരമായ നിയന്ത്രണവും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. രാജ്യസഭയിലെ ഈ പുതിയ സമവാക്യം വരാനിരിക്കുന്ന നിയമനിർമ്മാണ നടപടികളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ബില്ലുകൾ പാസാക്കുന്നതിൽ ബിജെപിക്ക് കൂടുതൽ അനുകൂല സാഹചര്യമുണ്ടാകും. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഏകോപനം കൂടുതൽ നിർണായകവുമാകുകയും ചെയ്യും. അവസാനം ഈ സംഭവവികാസം ഒരു പാർട്ടിയുടെ നഷ്ടമെന്നതിലുപരി ഇന്ത്യയിലെ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ മാറുന്ന പ്രവണതകളുടെ സൂചനയുമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര ഐക്യം, നേതൃത്വ പാടവം, തന്ത്രപരമായ നീക്കങ്ങൾ, ഓൾ ദീസ് ഫാക്ടേഴ്സ് ഭാവിയിൽ കൂടുതൽ നിർണായകമാകുമെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു.